ഫോട്ടോ ചാനലിൻ്റെ 13ാമത്തെ അതായത് ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ നല്ല ഫോട്ടോകൾ എടുക്കുന്ന ഒരാളാക്കുന്ന നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിലെ നോളജ് പടിപടിയായി ഉയർത്തുന്ന എൻ്റെ മലയാളം ഫോട്ടോഗ്രാഫി ഫ്രീ കോഴ്സിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഈ 13ാമത്തെ എപ്പിസോഡോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഈ കോഴ്സിൻ്റെ ലാസ്റ്റ് സെഷനാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ കോഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോസ് മുതൽ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയേക്കാം. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ല ഫോട്ടോസ് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഇനി ഈ ഫൈനൽ എപ്പിസോഡിൽ നമ്മൾ എടുത്ത ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നല്ലൊരു ഭംഗിയുള്ള ഫൈനൽ ഔട്ടാക്കിയിട്ട് മാറ്റാമെന്ന് നമുക്ക് പഠിക്കാം. അഡോബ് ഫോട്ടോഷോപ്പാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോട്ടോഷോപ്പ് ഒന്നും അറിയാത്തവർക്കും ഇതിലെ കോംപ്ലിക്കേറ്റഡ് ടൂൾസ് ഒന്നും പഠിക്കാതെ തന്നെ ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഔട്ട്പുട്ട് ആക്കിയിട്ട് സേവ് ചെയ്യാൻ ഞാൻ ഈ വീഡിയോയിലൂടെ പഠിപ്പിക്കും. ആദ്യം നമ്മൾ എടുത്ത ഫോട്ടോസ് കമ്പ്യൂട്ടറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ എടുത്ത ഒരു ഫോട്ടോയുടെ JPGയും റോയുമാണ്. അപ്പോൾ റോ ആണ് എഡിറ്റിങ്ങിന് ബെസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ റോ വെച്ചാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ റോ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ക്യാമറ റോ ഫിൽറ്ററിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരിക. ഇനിയിപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് JPEG ആണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. JPEG ഫോട്ടോഷോപ്പിൽ ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഫിൽറ്ററിൽ ക്യാമറ റോ ഫിൽറ്ററിൽ പോയിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ റോ ഫയൽ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് റോ വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ബേസിക് ആയിട്ട് എങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരികയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ. ഇനി നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറും ഫോട്ടോഷോപ്പും ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. മൊബൈലിൽ ലൈറ്റ് റൂമിലും നമുക്ക് ഈ ഒരു ബാറുകളോട് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടറും ഫോട്ടോഷോപ്പും ഇല്ലാത്ത ആൾക്കാർക്ക് മൊബൈലിൽ ലൈറ്റ് റൂം എന്ന ആ ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടും ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എക്സ്പോഷർ കറക്ഷൻസും പിന്നെ വൈറ്റ് ബാലൻസും. ഏതൊരു ഫോട്ടോയുടെയും ലുക്ക് ആകെ മാറ്റാൻ ഈ രണ്ട് കൺട്രോളുകൾ മാത്രം മതി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫോട്ടോയ്ക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് വരും. അപ്പോൾ ഈ കാണുന്നതെല്ലാം എക്സ്പോഷർ കൺട്രോളുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ വെച്ചിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യാനാണ്. അതുപോലെ ഹൈലൈറ്റ്, ഷാഡോ, ഈ ഷാഡോ ബാർ വെച്ചിട്ട് നമുക്ക് ഷാഡോയിലുള്ള ഡീറ്റെയിൽസ് റിക്കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈറ്റ്സ് ഈ ഹൈലൈറ്റ്സിനോട് സിമിലർ ആയിട്ടുള്ളൊരു കൺട്രോളാണ്. പക്ഷേ ഹൈലൈറ്റ് ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഏരിയ, അതായത് ഏറ്റവും വൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള വൈറ്റ് ഏരിയയാണ് ഈ വൈറ്റ്സ് കൺട്രോൾ ചെയ്യുക. അതായത് ഹൈലൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ പ്യോർ വൈറ്റ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ വൈറ്റ്സ് കുറയ്ക്കുകയാണെങ്കിൽ പ്യോർ വൈറ്റ് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഷാഡോയോട് സിമിലർ ഉള്ളൊരു കൺട്രോളാണ് ബ്ലാക്ക്സ്. പക്ഷേ ഷാഡോയിലെ ഡീറ്റെയിൽസ് റിക്കവർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഈ ഷാഡോ എന്നുള്ള ബാർ തന്നെയാണ്. അപ്പോൾ തൽക്കാലം ഈ ഫോട്ടോയിലെ വെളിച്ചങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഇനി എങ്ങനെ നമ്മളൊരു ഫോട്ടോയിലെ നാച്ചുറൽ ലുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വൈറ്റ് ബാലൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പല ആൾക്കാർക്കും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവാറില്ല. പക്ഷേ കൃത്യമായ ഒരു വൈറ്റ് ബാലൻസ് കൊണ്ട് ഒരു ഫോട്ടോയുടെ ആകെ ലുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈറ്റ് ബാലൻസ് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സാച്ചുറേഷൻ ബാർ ഫുള്ളാക്കുകയാണ്. ഇത് ഞാൻ താൽക്കാലിക ഒരു ചേഞ്ചാണ്. നമ്മൾ വൈറ്റ് ബാലൻസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഈ സാച്ചുറേഷൻ നമ്മൾ കുറയ്ക്കും. ഇപ്പോൾ ഈ ഫോട്ടോ കാണാൻ ഒരു ഓറഞ്ചിഷ് അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചർ ബാർ ഉപയോഗിച്ച് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ഇപ്പോൾ ഒരു യെല്ലോയിഷ് ടച്ചിലാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ യെല്ലോയിഷ് ടച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ പതുക്കെ ഈ ഒരു ബ്ലൂ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റുകയാണ്. ഇനി അഥവാ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ബ്ലൂയിഷ് ടച്ചാണുള്ളെങ്കിൽ ബ്ലൂവിനെ യെല്ലോ സൈഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫോട്ടോയെ അധികം ബ്ലൂ ആവാനും പാടില്ല, യെല്ലോ ആവാനും പാടില്ല. അതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കുറച്ചധികം ബ്ലൂ ആയിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് പിന്നോട്ട് തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് നല്ലൊരു വൈറ്റ് ബാലൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ചില സാഹചര്യങ്ങളിൽ ഫോട്ടോ അല്പം ഗ്രീനിഷോ അല്ലെങ്കിൽ അല്പം മജൻഡ ടച്ചോ വരാറുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിൽ അല്പം മജൻഡ ടച്ച് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാറിനെ അല്പം ഗ്രീൻ ഏരിയയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ഗ്രീൻ അല്പം കൂടിപ്പോയി, ഞാൻ കുറച്ചും കൂടെ തിരിച്ച് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ വിട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സാച്ചുറേഷൻ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പഴയ പോലെ 0 ആക്കിയപ്പോൾ കളറ് വല്ലാതെ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ വളരെ പതുക്കെ സാച്ചുറേഷൻ കുറച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഏകദേശം ആ ഒരു +41 എത്തിയപ്പോൾ നല്ല കളറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. അപ്പോൾ ആ ഒരു സീനിൽ ഞാൻ യഥാർത്ഥമായിട്ടും കണ്ട ഒരു ഫോട്ടോ ഈ ഒരു ലുക്കായിരുന്നു. പക്ഷേ ക്യാമറയുടെ ലിമിറ്റേഷൻ കൊണ്ട് വൈറ്റ് ബാലൻസിലെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടും ക്യാമറ ക്യാപ്ചർ ചെയ്ത് എങ്ങനെയാണ്
അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏതൊരു ഫോട്ടോയുടെയും വൈറ്റ് ബാലൻസ് ഇത്തരത്തിൽ കൃത്യമാക്കുന്നതിലൂടെയും പിന്നെ എക്സ്പോഷർ കറക്ഷൻസ്, ഈ ഫോട്ടോയിൽ ഇപ്പോൾ എക്സ്പോഷർ കറക്ഷൻസ് ഒന്നും വേണ്ടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു ബാർസ് ഉപയോഗിച്ചിട്ട് എക്സ്പോഷർ കറക്ഷൻ ചെയ്യുന്നതിലൂടെയും ഏതൊരു ഫോട്ടോയും നല്ല ഭംഗിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ഒബ്ജക്റ്റ്, ഇനി ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ഇമേജ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ടാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഓപ്പൺ ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ ഇങ്ങനെ തുറന്നു വരും. എന്നിട്ട് നമുക്ക് ഫയലിൽ സേവ് ആസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. നമ്മൾ JPG ആയിട്ടാണ് സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ JPG 2000 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കൺഫ്യൂഷൻ ആവണ്ട. ഈ വെറും JPG അതാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് സേവ് ചെയ്യുക. ക്വാളിറ്റി നമുക്ക് മാക്സിമം ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഇനി കുറച്ച് ഫയൽ സൈസ് കുറയണമെന്നാണെങ്കിൽ നമുക്ക് 10ലും സെറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു 10ൻ്റെയും 12ൻ്റെയും ക്വാളിറ്റി വ്യത്യാസം ശരിക്കും നമുക്ക് കണ്ടുകൊണ്ട് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഫയൽ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10ൽ സെറ്റ് ചെയ്യാണ്. ഓക്കെ അടിച്ചു. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബേസ് ഫോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ DNGയും JPGയും ആണിത്. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ. ഇത് ബിഫോർ ആഫ്റ്റർ. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ട് എഡിറ്റിങ്ങിൽ നിങ്ങൾക്കൊരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫോട്ടോഷോപ്പ് വളരെ വലിയൊരു സോഫ്റ്റ്വെയർ ആണ്. അതിൽ ഒരുപാട് ഓപ്ഷൻസ്, എഡിറ്റിംഗ് ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഒരു ബിഗിനർക്ക് അതെല്ലാം ക്യാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഫോട്ടോഷോപ്പ് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ക്യാമറ റോ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക്. അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി എന്നാണ് ഞാൻ സാധാരണ പറയാറ്. പക്ഷേ ഇത് ഈ കോഴ്സിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. അതുകൊണ്ട് ഈ കോഴ്സ് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഈ കോഴ്സ് തുടക്കം മുതൽ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ട് നല്ലൊരു ബേസിക് നോളജ് കിട്ടിയെന്നും നല്ല ഫോട്ടോകൾ എടുക്കുന്ന ഒരാളായി മാറാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊരാളോടും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരു കോഴ്സ് ഒരു തുടക്കം മാത്രമാണ്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ക്യാമറ ഈസി ആയിട്ട് വാങ്ങാവുന്ന, ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടമായിരിക്കും. അപ്പം നല്ലൊരു ഫോട്ടോഗ്രാഫി കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് വളരാം. ഞാൻ ഈ ചാനലിൽ ഇനിയും കൂടുതൽ ഫോട്ടോഗ്രാഫിക് ബേസ്ഡ് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മലയാളത്തിലെ മികച്ച ഫോട്ടോഗ്രാഫിക് ബേസ്ഡ് ചാനലുകളിൽ ഒന്നാവലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു ഓവറോൾ കോഴ്സിൻ്റെ എക്സ്പീരിയൻസും നമ്മുടെ കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. യാതൊരു മടിയും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുമായിട്ട് ഈ ഒരു കോഴ്സ് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഹാവ് എ ക്രിയേറ്റീവ് ആൻഡ് വണ്ടർഫുൾ ഡേ. ആഷിഖ് അസീം സൈനിങ് ഔട്ട്.